ഈ മൂന്നാറിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ദൗത്യം പരാജയപ്പെടാനുള്ള ഉത്തരവാദിത്തം ഒരു വ്യക്തി എന്ന നിലയിൽ ആർക്കാണ്? ഒന്ന്, ഈ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു, 5% ടാർഗറ്റിൽ എത്തിയുള്ളെങ്കിലും ഇറ്റ് സ്റ്റിൽ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകാനായിട്ടുള്ള എഫേർട്സ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഇതിനകത്ത് പരാജയമാണെന്നുള്ളത് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരം ഒരു എഫേർട്ടിൽ പോകുമ്പോൾ ഒരാൾ മുൻപിലുണ്ടാകണം, അതിന്റെ നല്ലതും ചീത്തതും കഴിക്കാൻ. എന്റെ ബ്യൂറോക്രാറ്റിക് ജീവിതത്തിലെ എല്ലാം അങ്ങനെയാണ്. ഇപ്പൊ തന്നെ ഈ കന്യാശ്രീ സംബന്ധിച്ച് കോടതി ലക്ഷ്യത്തിന് നോട്ടീസ് വന്നു. ഞാൻ കൂടാതെ 14 പ്രതികളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളെല്ലാം കൊടുക്കുക, ഒറ്റ അഫിഡവിറ്റ് കൊടുക്കുക. സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ചെയ്തേ ഉള്ളൂ. ഒരുപക്ഷെ എന്റെ ഒരു രീതിയായിരിക്കാം, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്നു. ഇപ്പോൾ കൃത്യമായി ഞാൻ ചോദിച്ചാൽ, റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രൻ, അതുപോലെ CPI നേതാവ് K. ഇസ്മായിൽ, ഇവരുടെയൊക്കെ പങ്ക് ഈ മൂന്നാർ ദൌത്യത്തിൽ എന്തായിരുന്നു? ദൌത്യം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റവന്യൂ മിനിസ്റ്റർ, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ, ഫോറസ്റ്റ് മിനിസ്റ്റർ, ഇവർ 3 പേരും അവിടെ വന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി, ഞങ്ങൾക്ക് വിലയേറിയ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നു. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് അതിന്റെ തുടക്കം. ബട്ട് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ആ സപ്പോർട്ട് കുറഞ്ഞു വന്നതായിട്ട് എനിക്ക് തോന്നി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തന്ന ടാർഗറ്റ് ഏരിയയിൽ അത് മുഴുവൻ സർവേ ചെയ്ത് തീർക്കണമെങ്കിൽ 75 സർവേയർമാർ വേണം. എനിക്ക് തന്നത് 12 സർവേയർമാരാണ്. അതിൽ 3 പേർക്ക് മാത്രമേ സർവേ മെഷീൻ ഉപയോഗിക്കാൻ അറിയാവൂ. അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഡെലിബറേറ്റ് ആയിട്ടാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പക്ഷേ CPIക്ക് ഈ പറയുന്ന ക്യാബിനറ്റ് തീരുമാനം പൂർണ്ണമായിട്ട് നടപ്പാക്കുന്നതിൽ അവർക്ക് വിമുഖത ഉണ്ടായതുകൊണ്ടായിരിക്കാം. വിസ്മയിലും പന്ന്യൻ രവീന്ദ്രനും ഒക്കെ ഈ ഫോറത്തിൽ തന്നെ, ഈ നേരെ ചൊവ്വേ അഭിമുഖത്തിൽ തന്നെ സുരേഷ് കുമാറിന് എന്താ പ്രത്യേക പ്രിവിലേജസ് വില ഉണ്ടോ എന്ന് ചോദിച്ച് നിശിതമായിട്ട് വിമർശിച്ചിരുന്നു. അല്ല, അതിനകത്ത് സുരേഷ് കുമാറിന് പ്രത്യേക പ്രിവിലേജസ് ഉണ്ടായിരുന്നല്ലോ ജോണി, അത് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുക്കുന്നത്, ഒരു സിംഗിൾ ഉദ്യോഗസ്ഥന്. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്ത് ചെയ്യണം, ചെയ്യുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പറയുന്ന മാതിരി എനിക്കിത് മുഴുവനും നോക്കണം. CPIയുടെ അകത്തുള്ള അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസ് എന്റെ പ്രയോറിറ്റീസ് ആകില്ല. അവരെനിക്ക് ലിസ്റ്റ് തന്നു. എനിക്ക് ആരാ ലിസ്റ്റ് തരായിരുന്നേ? മൂന്നാർ ചെന്നിട്ട് ഇന്ന കെട്ടിടങ്ങൾ പൊളിക്കണം, ഇന്ന പൊളിക്കണ്ട എന്ന് എന്നോട് പറയാതിരുന്ന ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. ലിസ്റ്റായിട്ട് തന്നെ തന്നെ മിക്കവാറും പത്രക്കാരുടെ ഉണ്ടായിരുന്നു ലിസ്റ്റ്. എനിക്ക് അതിനകത്തുനിന്ന് ഐ ഹാവ് ടു മേക്ക് മൈ ചോയ്സസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനിപ്പോ CPI എനിക്കൊരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റിൽ കൊച്ചു പെട്ടിക്കടകൾ കുറെ ഉണ്ട്. പിന്നെ എതിർ പൊളിറ്റിക്കൽ ഇതിലുള്ള കൊച്ചു കടകളുണ്ട്. ഒരു INTUCയുടെ ഒരു ഷെഡിനകത്തിരിക്കുന്ന ഒരു പാർട്ടി ഓഫീസുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വലുത് വൻവന്മാരെന്ന് പറഞ്ഞ ഡെഫിനേഷനിൽ ഇത് പെടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ലിസ്റ്റ് അനുസരിച്ച് ഓരോന്ന് പൊളിച്ചില്ലല്ലോ എന്നുള്ള അവർക്ക് വളരെ വേദനാകരമായിട്ട് തോന്നിക്കാണാം. ബട്ട് ഞാൻ പോയത് അവരുടെ ലിസ്റ്റ് നോക്കി ചെയ്യാനല്ലത്, ആരുടെ ലിസ്റ്റ് നോക്കി ചെയ്യാനല്ല. ക്യാബിനറ്റ് എടുത്ത തീരുമാനം. ഈ രവീന്ദ്രൻ പട്ടയങ്ങൾ വ്യാജമാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ. രവീന്ദ്രൻ പട്ടയങ്ങൾ കൊടുത്തതിനകത്ത് ഇസ്മയിൽ എന്തെങ്കിലും പങ്കുള്ളതായിട്ട് താങ്കൾക്ക് തെളിവ് കിട്ടിയോ? ഞാൻ മനസ്സിലാക്കിയത്, പൊളിറ്റിക്കൽ ആയിട്ട് CPI എന്ന് പറയുന്ന പാർട്ടി പ്രത്യേകം അവരൊരു മുൻകൈ എടുത്താണ് ഇയാളെ അവിടെ കൊണ്ടുവച്ചത്. ചില പട്ടയങ്ങൾ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അതിനപ്പുറവും അദ്ദേഹം കൊടുത്തു. ഇപ്പോൾ താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ മൂന്നാറിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ CPM CPI ഓഫീസുകൾ ഉൾപ്പെടെയുള്ളത് പൊളിക്കണം എന്ന് തന്നെ താങ്കൾ പറയൂ. തീർച്ചയായിട്ടും CPI CPM ഓഫീസുകൾ പൊളിക്കണം എന്നുള്ളതിന് പല തലമുണ്ട്. ഒന്ന്, ഒരുപക്ഷെ നമുക്ക് കോടതിയിൽ നഷ്ടപ്പെട്ട നമ്മുടെ ഒരു ലീഗൽ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ ഇത് ചെയ്യേണ്ടി വരും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, മൂന്നാറിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏലമല കാടുകളിലുള്ള എൻക്രോച്ച്മെന്റ്സിന് ഒരു 10-20 നോട്ടീസസ് കൊടുത്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് രാജനാരായണ സ്വാമി ഹിയർ ചെയ്തിരുന്നു.
അതിലൊരു തീരുമാനം എടുത്താൽ ആ വൻ റിസോർട്ട്സ് ഒക്കെ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇത് വനത്തിലാണ്. എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതി അതിൽ ഇടപെടുമെന്ന്. അപ്പം അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ടാറ്റയുടെ കൈവശത്തിൽ തന്നെ തുടരുന്ന ഭൂമി നമ്മളിപ്പോൾ എല്ലാം കൂടെ അളന്നെടുക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ഇതിൽ വിതരണം ചെയ്യാവുന്ന ഭൂമി ഐഡന്റിഫൈ ചെയ്തിട്ട് അതെടുത്ത് എത്രയും പെട്ടെന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ മൂന്നാർ ടൗണിലുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ച് ഈ 50 വാര എന്ന് പറയുന്ന 50 വാരയ്ക്കകത്ത്, അതായത് റിവർ ബാങ്ക്സിന് 50 വാരയ്ക്കകത്ത് കെട്ടിടങ്ങൾ പാടില്ല എന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലൊരു കേസുണ്ട്. ആ കേസിൽ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരള ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വിധി വരാം. അപ്പോൾ ടൗണിനകത്തുള്ള ഏറ്റവും വലിയ എൻക്രോച്ച്മെന്റ്സ് അത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ തന്നെ പല കേസും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉണ്ട്. ആ സ്റ്റേക്കുള്ള നിയമപരമായിട്ടുള്ള പലതിനകത്തും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഫിഡവിറ്റ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ അതിനകത്ത് താല്പര്യം കൊണ്ട് ഇപ്പോഴും ഐ കീപ് ട്രാക്ക് ഓഫ് തിങ്സ്. താങ്കൾ ഇങ്ങനെ ഒരു ഹീറോ ആയി വിരാജിക്കുമ്പോൾ താങ്കളുടെ വ്യക്തി ജീവിതത്തിലേക്കും വെളിച്ചം വരിക എന്നത് സ്വാഭാവികമാണ്. അത് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്തുമായിക്കോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ കൂട്ടുകാരോടൊത്ത് മദ്യപിക്കുന്ന ആളാണ്, പുനർവിവാഹിതനാണ്, ആദ്യ ഭാര്യയുമായി പ്രശ്നമുണ്ടായിരുന്നയാളാണ്. അങ്ങനെ ഒരുപാട് ദൗർബല്യങ്ങൾ താങ്കളുടേതായിട്ട് വരുന്നു. അത് താങ്കളുടെ ധാർമ്മിക ശക്തിയെ ചോർത്തുന്നതല്ലേ? അത് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഈ പറയുന്നതെല്ലാം സത്യമാണല്ലോ. ഞാൻ ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളുമായിട്ട് അത്യാവശ്യം മദ്യപിക്കും. സ്മോക്കിംഗ് ഞാനത് വളരെയധികം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുണ്ട്. ഇത് വ്യക്തിപരമായിട്ട് നമ്മുടെ പരാജയങ്ങളാണ്. ജീവിതത്തിൽ വന്നു പോയ ചില എന്താ പറയുന്ന ഒരു ഇല്ലക്കാണ്. ഇത് എന്റെ ജോലിയെ ബാധിച്ചു തുടങ്ങിയാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഐ ഹവ് കോൺഷ്യസ്ലി കെപ്റ്റ് ദിസ് അവേ. പിന്നെ ഇപ്പോൾ ഞാനതൊരു അപ്രീസിയേഷനായിട്ട് കാണുന്നത്. എന്റെ പ്രവർത്തനത്തെ, ഔദ്യോഗികമായിട്ടുള്ള എന്റെ ഒരു ബ്യൂറോക്രാറ്റിക് പ്രവർത്തനത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇഫ് ദേ വോണ്ട് ഹിറ്റ് ബിലോ ദ ബെൽറ്റ്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഞാൻ എന്റെ ആദ്യത്തെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യേണ്ട എന്നൊക്കെ അറിയാം. അത് വളരെ ദുഃഖകരമായ ഒരു ഇവന്റാണ് എന്റെ ജീവിതത്തിൽ. അത് ഉപയോഗിച്ചാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ ആ ഒപ്പണന്റ് വളരെ വീക്കായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എത്രയൊക്കെ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചാലും തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കൊരു വീണ്ടുവിചാരം ഉണ്ടാവാം. അപ്പൊ താങ്കളുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ ഔദ്യോഗിക ജീവിതത്തിലും താങ്കൾ അങ്ങനെ മനസ്തുപിക്കുന്ന, റിഗ്രറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരു മനുഷ്യനാകില്ലല്ലോ. വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഏറ്റവും വലിയ അബദ്ധം ഞാൻ കാണിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ആദ്യം ഒരു സിഗരറ്റ് കത്തിച്ച് വലിച്ചാണ്. അത് എനിക്ക് ഒരു തരത്തിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു എക്സ്ട്രീം ഒരു ഫിസിക്കൽ അഡിക്ഷനായിട്ട് മാറി. പിന്നെ ഇപ്പൊ എന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഐ ടെൻ ടു ഗെറ്റ് വെരി ഡീപ്പ് ഇൻ ടു വാട്ട് എവർ അസൈൻമെന്റ് ഇസ് ഗിവൻ ടു മീ. എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അത്രയും ഡെപ്തിൽ അല്ലെങ്കിൽ അത്രയും ഇന്റൻസീവായിട്ട് സർക്കാർ ഉദ്യോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയാവും. അത് എന്റെ ഒരു വൈകല്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പൊളിറ്റീഷ്യൻസുമായിട്ട് ഐ ഡോണ്ട് ഗെറ്റ് അലോങ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയുടെ ആളാണ്, VSന്റെ ആളാണ്. എന്റെ ഒരു ബ്യൂറോക്രാറ്റിക് ഒരു കേസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മന്ത്രിമാരുടെ ഓഫീസുമായിട്ട് ഐ ഓൾവേസ് യൂസ് ടു കീപ്പ് എ ഡിസ്റ്റൻസ്. എനിക്ക് ഉള്ള ജോലി ഞാൻ ചെയ്താൽ മതി. അത് ഒരു ഘട്ടത്തിനപ്പുറം മന്ത്രിമാരുടെ ഓഫീസോ ഇടപെടാൻ ഞാൻ അവസരം കൊടുത്തിട്ടുമില്ല. ഇടപെടുത്തേണ്ടി വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിയുന്നതും ഒന്നില്ലെങ്കിൽ ഞാൻ മാറിപ്പോവും, അല്ലെങ്കിൽ എന്നെ മാറ്റും. ഇതും ഒരുപക്ഷെ നല്ലൊരു സ്വഭാവമായിരിക്കില്ല. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളായിട്ട് തന്നെ കാണാം. VS ഒരു ദൗർബല്യമായി മാറി എന്ന് പറയാം. VS ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് VS എന്നെ വളരെയധികം എന്താ പറയുന്നത്, എനിക്ക് വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ബിക്കോസ് അഗെയിൻ ഞാൻ കണ്ട രാഷ്ട്രീയക്കാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് അത് എന്താ പറയുന്നത്, സത്യത്തിനും നേരിനും ഫെയർനെസ്സിനും തന്നെ നിൽക്കണം. ഓൾദോ ഇപ്പൊ ഈ മൂന്നാറിലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് യു ക്യാൻ സി ഈസ് എ പൊളിറ്റീഷ്യൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഹി ഓൾസോ ഗോസ് ഇൻ ഫോർ പൊളിറ്റിക്കൽ കോംപ്രമൈസസ്. അതുകൊണ്ടാണല്ലോ പൊളിറ്റീഷ്യൻ ആയത്. ബട്ട് എന്നാൽ പോലും സത്യത്തിനും നീതിക്കും, പ്രത്യേകിച്ച് ഈ പറയുന്ന മാതിരി ഒരു അൺപ്രൊട്ടക്റ്റഡ് ഒരു സെക്ടർ ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ശക്തമായ ഒരു നിലപാടെടുക്കുകയും അതിൽ ഉറച്ചിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് VS ഒരു വീക്ക്നെസ് തന്നെയാണ്. എനിക്ക് അതൊരു നാണക്കേട് തോന്നുന്നില്ല. ഇനിയുള്ള കാലം സുരേഷ് കുമാറിൽ നിന്ന് പ്രവർത്തന ശൈലിയിൽ എന്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം?
ഒരുപക്ഷെ നാളെയാണ് താങ്കൾ മൂന്നാർ ദൗത്യം ആദ്യമായി ഏറ്റെടുക്കുന്നെങ്കിൽ പഴയതെല്ലാം മറന്ന് എങ്ങനെയുള്ള ഒരു സുരേഷ് കുമാർ ആയിരിക്കും അവിടെ പോവുക? ജോണി, മൂന്നാർ ദൗത്യം ശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പഴയ പോലുള്ള സുരേഷ് കുമാർ പോയാലേ പറ്റുള്ളൂ. അതല്ലാതെ നടക്കില്ല. അത് ഞാൻ ടോക്കിംഗ് അബൌട്ട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് അവിടുത്തെ ഡൈനാമിക്സ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് പഠിച്ചതാണ്. ഇങ്ങനെയുള്ള എഫേർട്ട് നടത്തണമെങ്കിൽ വൺ ഹാസ് ടു ബി എന്നെ പോലെ ഇച്ചിരി എന്താ പറയുന്ന ഒരു മുഷ്കനും മര്യാദ കിട്ടുവാനേ അത് പറ്റുള്ളത്. ടു സോഫ്റ്റ് യു കാൻ ഡു ഇറ്റ്. അപ്പോൾ പഴയ സുരേഷ് കുമാറായി തന്നെ ശിഷ്ടകാലം കഴിയട്ടെ എന്ന്